തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത തിരുവചന ഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 14 മുതൽ 17 വരെ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിക്കുന്നവരുടെയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണവാസന, മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന തന്നെ. എന്നാൽ ഇതിനാർ പ്രാപ്തൻ? ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ഉള്ള തലക്കെട്ട് രാജകീയ പുരോഹിത വർഗം, ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന. രാജകീയ പുരോഹിത വർഗം, ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന. ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് പൗലോസ് പരിശുദ്ധാത്മാവിൽ നൽകിയിരിക്കുന്ന നിർവചനമാണ് അന്ധകാരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. യേശുവിനെ ജീവിതത്തിൽ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരെല്ലാം അവർ രാജകീയ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നവരാണ്. പത്രോസ് അതും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി പിതാവായ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. ഇപ്പോൾ രാജകീയ പുരോഹിത വർഗം ആത്മീക യാഗം കഴിപ്പാൻ തക്ക രാജകീയ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. ആ ആത്മീയ യാഗമെന്ന് പറയുന്നത് ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയുള്ള യാഗം. എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. എഫേസ്യർ 5:2 ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ നടപ്പിൻ. ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവും ക്രിസ്തു അർപ്പിച്ചു. അതുപോലെ നാമും സ്നേഹത്തിൽ നടക്കണം. ദൈവം നമ്മെ സ്നേഹിച്ചു, ക്രിസ്തുവിനെ നൽകി നമ്മെ സ്നേഹിച്ചു. ക്രിസ്തു ആ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തന്നത് താൻ ദൈവത്തിന് സൗരഭ്യവാസനയുള്ള യാഗമായി, ഏക യാഗമായി, പാപപരിഹാര ബലിയായി അർപ്പിച്ചതിലൂടെയാണ്.
അതിൽ ദൈവം പ്രസാദിച്ചു. അതുകൊണ്ട് ആരെല്ലാം ആ യാഗത്തെ എൻ്റെ പാപപരിഹാര ബലിയായി ഞാൻ അംഗീകരിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ ഞാനത് വിശ്വസിക്കുന്നു പറയുമ്പോൾ അവൻ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു. തുടർന്ന് ആ വ്യക്തിയുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള സൗരഭ്യവാസനയുള്ള യാഗമായിരിക്കണം. അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. ഒരിക്കൽ കൂടെ ഞാൻ ആ ഭാഗം വായിക്കുകയാണ്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ പറയുകയാണ്. നാം ആരാണ്? 2 കൂട്ടർ ജനമുണ്ട്. രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടം, നശിക്കുന്നവരുടെ കൂട്ടം. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാനാണ് ദൈവം തൻ്റെ ഓമനപുത്രനെ നൽകി ലോകത്തെ സ്നേഹിച്ചത്. അപ്പോൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ല, നാശത്തിലേക്ക് പോകുന്നവരുണ്ട്. പക്ഷെ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ഉള്ളവരായി അവരുടെ ഇടയിലായിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ആകുന്നു. ഈ സൗരഭ്യവാസന, വാസന എന്ന് പറയുന്ന സ്മെൽ അല്ലേ, ഫ്രാഗ്രൻസ്. നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ആദ്യത്തെ സൗരഭ്യവാസനയുള്ള യാഗം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20-ഉം 21-ഉം വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു. നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവുകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യനെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. മനുഷ്യന്റെ മനോനിർണം ബാല്യം മുതലേ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കയില്ല. അപ്പോൾ യഹോവ സൗരഭ്യ വാസന മണത്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ന്യായപ്രമാണം കൊടുക്കുമ്പോൾ തൻ്റെ ജനമായ ഇസ്രായേലിന് യാഗങ്ങളുടെ ഒരു ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ആ യാഗങ്ങളെല്ലാം ദൈവത്തിന് സൗരഭ്യവാസന ഉള്ളതായിരിക്കണം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചില ഭാഗങ്ങൾ മാത്രം അതൊന്ന് ബന്ധപ്പെടുത്തി നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലുമായിട്ട് ഞാൻ കൊണ്ടുവരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. ലേവ്യ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. അതിന്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം. പുരോഹിതൻ സകലവും ഹോമയാഗമായി അർപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. ഇനി 13 മുതലുള്ള വാക്യങ്ങൾ. കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. പുരോഹിതന് സകലവും കൊണ്ടുവന്ന് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയുള്ള ദഹനയാഗമായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. സൗരഭ്യവാസനയുള്ള യാഗമായി. അപ്പൊ പഴയ നിയമത്തിലെ യാഗങ്ങൾ വേറെയും വാക്യങ്ങളുണ്ട്. നമ്മുടെ സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ യാഗമർപ്പിക്കുക അത് പുരോഹിതന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ.
പാപപരിഹാര യാഗമുണ്ട്. അപ്പോൾ ജനം വന്ന് യാഗവസ്തുവുമായി വരും, പുരോഹിതനോട് പാപങ്ങളെക്കുറിച്ചൊക്കെ പറയും. അപ്പോൾ ആ പാപപരിഹാര യാഗം നടത്തുന്നത് പുരോഹിതനാണ്. ആ പുരോഹിതൻ യാഗം നടത്തി ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചാൽ ക്ഷമ കിട്ടും. പക്ഷേ കാലക്രമേണ യാഗങ്ങളെല്ലാം ഹൃദയത്തിൻ്റെ പാപബോധത്തിൽ നിന്നും ഉള്ളതല്ലാതെ അതൊരു ചടങ്ങായി മാറി. നമുക്കറിയാം, യേശു കർത്താവ് ശുശ്രൂഷ അർപ്പിക്കുന്ന സമയത്ത് യെശയ്യാ പ്രവാചകനുള്ളൊരു ഉദ്ധരണി താൻ ഉപയോഗിച്ചു. ഈ ജനം എന്നെ അധരം കൊണ്ട് ബഹുമാനിക്കുന്നു, ഹൃദയമോ എന്നെ വിട്ട് ദൂരത്ത് നിന്നിരിക്കുന്നു. എല്ലാം സർക്കാർ കാര്യ മുറ പോലെ എന്ന് പറയുന്നത് പോലെ പാപങ്ങൾ ചെയ്യുമ്പോൾ അതിന് തക്കതായ യാഗം അർപ്പിക്കുന്നു. പക്ഷേ വാസ്തവത്തിൽ ഒരു പശ്ചാത്താപമില്ല, ഒരു അനുതാപമില്ല, ഒരു മാനസാന്തരമില്ല. അപ്പോൾ ആ യാഗങ്ങൾ പിന്നെ ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് പറയും. നിങ്ങളുടെ ഹനനയാഗങ്ങൾ എനിക്ക് പ്രസാദമില്ല, തടിപ്പിച്ച മൃഗങ്ങളിൽ നിങ്ങൾ എന്തെല്ലാം കഴിച്ചാലും എനിക്ക് അതിലൊന്നും പ്രസാദമില്ല. പിന്നെ നിങ്ങളുടെ പാട്ടൊന്നും എനിക്ക് കേൾക്കണ്ട, നിങ്ങളുടെ വീണാനാഥം കേൾക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ വളരെ കർക്കശമായിട്ടാണ് പിന്നെ പ്രവാചകന്മാരിലൂടെയൊക്കെ ദൈവം സംസാരിച്ചത്. നമ്മൾ ആമോസിൻ്റെ പ്രവചന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ആമോസ് 5-ൻ്റെ അതിൻ്റെ 21 മുതൽ, ആമോസ് 5-ൻ്റെ 20 മുതൽ, നിങ്ങളുടെ മത്സരങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു, നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല, നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കുകയില്ല, തടിച്ച മൃഗങ്ങളെ കൊണ്ട് നിങ്ങളുടെ സമാധാന യാഗങ്ങളെ ഞാൻ കടാക്ഷിക്കുകയില്ല, നിന്റെ പാട്ടുകളുടെ സ്വരം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കുക, നിന്റെ വീണാനാഥം ഞാൻ കേൾക്കയില്ല. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി പറ്റാത്ത തോടുപോലെയും കവിഞ്ഞൊഴുകട്ടെ. അപ്പോൾ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന യാഗങ്ങളൊക്കെ ജനം ചെയ്യുന്നുണ്ട്, പക്ഷെ സമൂഹത്തിൽ നീതിയില്ല, ന്യായമില്ല, മത്സരമാണ്, സഭയ്ക്കകത്ത് സമാധാനമില്ല, ഐക്യതയില്ല, സ്നേഹമില്ല. എങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം മുറ പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യാഗം അർപ്പിക്കുന്നത് പുരോഹിതനാണ്. ജനത്തിന് അതിൽ പങ്കെന്ന് പറയുന്നത് യാഗാർപ്പണ വസ്തു, അത് മൃഗമാകട്ടെ പക്ഷിമൃഗങ്ങളാകട്ടെ, അതെല്ലാം പുരോഹിതൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഇത് ക്ലിയറായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പഴയ നിയമപ്രകാരം 3 തരത്തിലുള്ള ആൾക്കാരാണ് അഭിഷിക്തർ എന്നറിയപ്പെട്ടിരുന്നത്: പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്. ദൈവം തൻ്റെ ജനത്തിന് പ്രവാചകന്മാരെ നൽകി, ദൈവത്തിന് എന്താണ് ജനത്തോട് പറയാനുള്ളത് എന്ന് അരുളി ചെയ്യേണ്ടതിനാണ്. അപ്പോൾ പ്രവാചകന്മാർ സംസാരിച്ചത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അങ്ങനെയാണ് പ്രവാചകന്മാർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെ ജനത്തിന് എന്താണ് പറയാനുള്ളത് അത് ദൈവത്തോട് പറയാൻ ജനത്തിന് കഴിയത്തില്ല. ജനം മഹാപാപികളാണ്. അപ്പോൾ അതിന് പുരോഹിതന്മാർ, പ്രത്യേകിച്ചും ലേവിയ ഗോത്രത്തെ ദൈവം അതിനു വേണ്ടി തിരഞ്ഞെടുത്തു. അപ്പോൾ പുരോഹിതൻ ജനത്തിനു വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നു. 3ാമത് രാജാക്കന്മാർ, ദൈവത്തിൻ്റെ പ്രതിനിധിയായി അഭിഷിക്തരായ രാജാക്കന്മാർ ദൈവത്തിൻ്റെ ജനത്തെ പരിപാലിക്കുന്നു. ദൈവം തൻ്റെ ജനത്തിന് രാജാക്കന്മാരെ കൊടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നില്ല. എന്നാൽ ദൈവജനം തന്നെ പറയാൻ തുടങ്ങി, ജാതികളെ പോലെ ഞങ്ങൾക്കും രാജാവിന് വേണം എന്ന്. ദൈവം ഒരു രാജാവ് വന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെല്ലാം ജനത്തോട് മോശ മുഖാന്തരം അറിയിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ അവരെ ഒരു അപ്പനെ പോലെ അവരെ നടത്തുകയാണ്, അവർ എന്നെയാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്, ഏതായാലും അവർ ചോദിച്ചിരിക്കുന്നത് കൊണ്ട് രാജാവിനെ കൊടുക്കുക. അതൊക്കെ പഴയ നിയമഭാഗങ്ങളിൽ നമ്മളത് വളരെ വ്യക്തമായി വായിക്കുന്നു. കൂടുതൽ മനസ്സിലാക്കാനായിട്ട് അവിടെ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ അവിടെ കൊണ്ടുപോകട്ടെ, നമുക്കത് വായിക്കാം. എന്നാൽ പുതിയ ഉടമ്പടിയിൽ വന്നപ്പോൾ ഒരു ഏക യാഗം നടത്തി. ആ നടത്തിയത്
ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു കർത്താവാണ്. നമ്മൾ എബ്രായർക്ക് ലേഖനത്തിൽ വായിക്കുമ്പോൾ അല്പം കട്ടിയുള്ള വിഷയമൊന്നും അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ അല്പം മാന്യമാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. പുതിയ നിയമ സഭയിലെ ശുശ്രൂഷകന്മാരെന്ന് പറയുമ്പോൾ 5 തരത്തിലുള്ള ശുശ്രൂഷകന്മാരാണ് പുതിയ നിയമത്തിലുള്ളത്. എബ്രായർക്ക് ലേഖനം വായിച്ചിട്ട് നമുക്ക് അതിലോട്ടൊന്ന് പോകാം. എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം 4 മുതൽ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈമില്ല, ഞാൻ അവിടെ നിർത്തി വായിക്കും. എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം 4 മുതൽ. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ, ആകയാൽ ക്രിസ്തു ലോകത്തിലേക്ക് വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്കായി ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു എന്നവൻ പറയുന്നു. 40-ാം സങ്കീർത്തനം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അവിടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾ ചോദിച്ചു, നമ്മൾ കൂടുതലും വായിക്കുന്നത് സങ്കീർത്തനങ്ങളാണ്, മറ്റു ഭാഗങ്ങൾ ശ്രദ്ധിക്കാറില്ല. സങ്കീർത്തനത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം ഉണ്ട്, പിന്നെ എന്തിനീ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരണം? മനുഷ്യന് പാപ പരിഹാരം മാത്രമാണ് സങ്കീർത്തനങ്ങളിൽ ഇല്ലാത്തത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടും, പക്ഷെ പാപമോചനം കിട്ടൂല. കാരണം യാഗം നടത്തുന്ന ആളും അത് പാപങ്ങൾ ഏറ്റുപറയുന്നവരെല്ലാം പാപികളാണ്. അപ്പോൾ അതിലൊന്നും ആത്മാർത്ഥതയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന് വില കൊടുക്കുവാനായി ദൈവപുത്രൻ തന്നെ ഈ ഭൂമിയിലേക്ക് വന്നത്. ഒരു ഭാഗം പുതുതായിട്ട് ചേർന്നവർക്ക് വേണ്ടി ആ ഒരു ഭാഗം ജസ്റ്റ് വായിച്ചു പോകാം. 49-ാം സങ്കീർത്തനം 7ഉം 8ഉം വാക്യങ്ങൾ. 49-ന്റെ 7ഉം 8ഉം വാക്യങ്ങൾ. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന്, ആ വാക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയത്തില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും ദൈവത്തിന് മറുവില കൊടുക്കാനായിട്ട് മനുഷ്യന്റെ കയ്യിൽ ഒന്നുമില്ല. അവിടെയാണ് ദൈവം തന്നെ മനുഷ്യനായി വന്ന് മറുവിലയായി തീർന്നത്. അതാണ് യേശു 2 ചോദ്യം ചോദിച്ചത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അതിനുള്ള ബുദ്ധിയും പ്രാപ്തിയും എല്ലാം ഉണ്ട്, തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? പാപത്തിന്റെ ശമ്പളമായ മരണം സംഭവിച്ചിരിക്കുകയാണ് മനുഷ്യന്. അതുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ പൈശാചിക സ്വഭാവമുള്ളവനായി മാറിയത്. ആ സ്വഭാവം മാറേണ്ടതിനായി ദൈവത്തിന് വില കൊടുക്കാൻ മനുഷ്യൻ്റെ കയ്യിൽ ഒന്നുമില്ല. യേശു മറുവിലയായി തീർന്നവനാണ്. ഇനി അടുത്ത് വായിക്കുകയാണ്, എബ്രായർ 10-ന്റെ 8 മുതൽ. ന്യായപ്രമാണം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. അല്ല, രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ കൂടെ ചേർത്ത് വെച്ചു എന്നല്ല, ഒന്നാമത്തേതിനോട് കൂടെ ചേർത്ത് വെച്ചു എന്നല്ല, ഒന്നാമത്തേത് നീക്കിക്കളഞ്ഞു. പഴയ ഉടമ്പടി നീക്കി. അതുകൊണ്ടാണ് എബ്രായർ 10-ന്റെ 4 നമ്മൾ വായിക്കുന്നത്, വിശ്വാസിക്കുന്നവർക്ക് നീതി ലഭിക്കേണ്ടതിന് ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. കർത്താവിന്റെ കാൽവരി മരണത്തിലൂടെ ന്യായപ്രമാണത്തെ നിവർത്തീകരിച്ചു. യേശു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്, നിവർത്തിക്കുവാൻ അത്രേ വന്നത്. ഈ ഭാഗം നല്ല ക്ലിയർ ആവണം. ഇന്ന് പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടികളും മിക്സ് ചെയ്ത് ജനം ആകെ കൺഫ്യൂസ്ഡാണ്. പക്ഷെ ക്രിസ്തു മതം നിൽക്കണമെങ്കിൽ പഴയതും കൂടെ ചേർത്ത് കെട്ടിയാലേ പറ്റത്തുള്ളൂ.
പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകർന്ന് തുരുത്തി പൊളിഞ്ഞ ആകെ വഷളായതുപോലെ ഇന്ന് സഭ മാറാൻ കാരണം ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് പൗലോസ് നേരത്തെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അത് വചനത്തോട് കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടെ ദൈവഭയത്തോടെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സന്നിധിയിലാണ് ഞങ്ങൾ ഈ സത്യം സംസാരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേതിനെ നീക്കിക്കളയേണ്ടതിന് രണ്ടാമത്തേതിനെ സ്ഥാപിച്ചു. പുതിയ ഉടമ്പടി ശുശ്രൂഷയിൽ 5 തരത്തിലുള്ള ശുശ്രൂഷക്കാരേ ഉള്ളൂ. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. പ്രാദേശിക സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഇടയൻ, പാസ്റ്റർ. കാരണം സഭയിൽ പുരോഹിതന്മാരുള്ളതായിട്ട് തിരുവചനത്തിലില്ല. ക്രിസ്തുവിൻ്റെ സഭയിൽ പുരോഹിതന്മാരുള്ളതായിട്ട് അവരുടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അത് ന്യായപ്രമാണത്തിൻ്റെ ഇതാണ്. സുവിശേഷങ്ങളെല്ലാം നമ്മൾ കാണുന്നതും അപ്പോസ്തല പ്രവൃത്തികൾ കാണുന്നതെല്ലാം അതാണ്. പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാം കൂടെ ചേർന്ന യേശുവിനെ ക്രൂശിച്ചത്, അപ്പോസ്തലന്മാരെ ഉപദ്രവിച്ചത്. പുതിയ നിയമസഭയിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, പാസ്റ്റർ, ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നവർ. ആ മേയ്ക്കുന്നവരെയാണ് നമ്മൾ ഇടയന്മാരെന്ന് പറയുന്നത്. മേയ്പ്പൻ, തമിഴിൽ മെയ്പ്പർ എന്നൊക്കെ പറയും. ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ പുരോഹിതന് മാത്രമേ ദൈവത്തോട് സംസാരിക്കാൻ അനുവാദമുള്ളൂ. പുരോഹിതൻ മധ്യസ്ഥനാണ്, ജനത്തിനു വേണ്ടി മധ്യസ്ഥത അർപ്പിക്കുന്നവനാണ് പുരോഹിതൻ. എന്നാൽ പുതിയ ഉടമ്പടിയിൽ വന്നപ്പോൾ സഭ രാജകീയ പുരോഹിത വർഗമായി മാറി. പിതാവിൻ്റെ അടുക്കിലേക്ക് യേശുക്രിസ്തുവിലൂടെ ആർക്കും കടന്നുചെല്ല. അതാണ് ഭക്തൻ ഇങ്ങനെ പാടിയത്, നിൻരുധിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയായി നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടാമേ സതതം. അപ്പോ പഴയ നിയമത്തിൽ പുരോഹിതന് മാത്രമേ യാഗം നടത്താൻ പറ്റത്തുള്ളൂ. അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ വർഷത്തിൽ ഒരിക്കലേ കയറുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഇതാ യേശുക്രിസ്തു മൂലം തുറന്ന ആ വഴിയിലൂടെ കൃപാസനത്തിലേക്ക് നമുക്ക് എപ്പോഴും കടന്നു ചെല്ലാം. ആ കൃപാസനത്തിലേക്ക് നോക്കുക. എബ്രായർക്ക് ലേഖനം 4-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനായുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. മുമ്പ് അടുക്കാൻ പറ്റത്തില്ല, അടുത്താൽ തീർന്നു. വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, പ്രാകാരം, സഭയ്ക്കതില്ല. സഭയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലങ്ങളില്ല. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ട്. ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് അടുത്തുകയെല്ലാം എങ്ങനെ? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്ക് വേണ്ടി പാപപരിഹാര യാഗം നടത്തിയവൻ, സൗരഭ്യവാസന യാഗം നടത്തിയവൻ. പക്ഷെ നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്. അതാണ് പറയുന്നത്, രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിച്ചു പോകുന്നവരുടെയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. അപ്പൊ യാഗത്തിലാണ്, യാഗം ദൈവം പ്രസാദിച്ച് അതിൻ്റെ വാസന മണക്കുമ്പോഴാണ് അതിന് സൗരഭ്യവാസനയുള്ള യാഗം എന്ന് പറയുന്നത്. പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ യാഗം, പീഠമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി കഴിഞ്ഞു. ആ യാഗപീഠത്തിലാണ് നമ്മെ യാഗമായി സമർപ്പിക്കേണ്ടത്. ആ യാഗത്തിൽ നിന്ന് സൗരഭ്യവാസന വരണം. റോമർക്ക് ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിന് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. വളരെ സുപരിതമായ വാക്യമാണ്. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി
സൗരഭ്യവാസനയുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഇതാണ് പുതിയ നിയമ ആരാധന, യാഗം. അതിൽ സൗരഭ്യം വരണം. ശരീരത്തെ കൊല്ലണ്ട. പഴയ നിയമത്തിൽ മൃഗങ്ങളെ, പക്ഷികളെ കൊന്നാണ് യാഗം സമർപ്പിച്ചത്. ഇവിടെ കൊല്ലണ്ട. ഇവിടെ ശരീരത്തെ ജീവനോടെ, വിശുദ്ധിയോടെ, ദൈവത്തിന് പ്രസാദമുള്ള, സൗരഭ്യവാസന വരുത്തുന്ന യാഗമായി സമർപ്പിച്ച് ജീവിക്കണം. അതെങ്ങനെ കഴിയും? അതാണ് അടുത്ത വാക്യം പറയുന്നത്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടണം. ഈ ലോകത്തിന് അനുരൂപമായി ജീവിച്ച് ആരാധന കഴിച്ചാൽ അത് ബുദ്ധികെട്ട ആരാധന. അത് സൗരഭ്യവാസനയുള്ള യാഗമായി മാറത്തില്ല. കേൾക്കാൻ നന്നായിരിക്കും, പക്ഷെ ദൈവത്തിന് അത് സൗരഭ്യവാസനയുള്ള യാഗമായി ദൈവം അത് അംഗീകരിക്കത്തില്ല. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗം, സൗരഭ്യവാസന. നമ്മളെല്ലാവരും വാസന ദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. സുഗന്ധദ്രവ്യങ്ങൾ, സ്പ്രേ ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ ശരീരത്തിന് നാറ്റമുണ്ട്, വിയർപ്പിൻ്റെ ദുർഗന്ധമൊക്കെ ഉണ്ട്. അതുകൊണ്ട് സ്പ്രേ ഒക്കെ ഉപയോഗിക്കുന്നവർ ഉണ്ട്. പലർക്കും പല സ്പ്രേ ആണ് ഇഷ്ടം. എന്നാൽ ആത്മീകമായി നശിച്ചു പോകുന്നവരുടെയിലും രക്ഷിക്കപ്പെടുന്നവരുടെയിലും ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന അയപ്പാൻ നാം എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയും. കഴിഞ്ഞ ചില ദിവസം മുമ്പ് എൻ്റെ മകൾ റൂമിലെല്ലാം സ്പ്രേ അടിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട്, നല്ല മണമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പം അവൾ പറഞ്ഞു, അയ്യോ എനിക്ക് എൻ്റെ മൂക്കടിച്ചു പോയോ, എനിക്ക് മണമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു. എനിക്ക് മണമുണ്ട്, പക്ഷേ മറ്റൊരാൾക്കത് മണം ഫീൽ ചെയ്യുന്നില്ല, മൂക്ക് പ്രവർത്തിക്കുന്നില്ല. ഇന്ന് അനേകരുടെ ആത്മീയമായ ഇന്ദ്രിയങ്ങൾ, ആത്മീയ ഇന്ദ്രിയങ്ങളാണ്. പഞ്ചേന്ദ്രിയങ്ങൾ ശരീരത്തിനുള്ളതുപോലെ ആത്മീയ ഇന്ദ്രിയങ്ങളുണ്ട്. അതിനാണ് ദേഹി എന്ന് പറയുന്നത്. പാപം ചെയ്തപ്പോൾ ദേഹിയാണ് മരിച്ചത്. കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, നാക്ക്, ഇത് ആത്മീയ ദേഹി. പാപം ചെയ്തപ്പോൾ ആത്മീയ കാര്യങ്ങളൊന്നും ടേസ്റ്റ് ഇല്ല, അതിനൊരു സ്മെല്ലില്ല, അതിനെ കാണുവാൻ കഴിയുന്നില്ല, ദൈവശബ്ദം കേൾപ്പാൻ കഴിയുന്നില്ല, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല, ഡെഡായിപ്പോയി. ചിലർക്കിപ്പോൾ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല, ദുർഗന്ധം മനസ്സിലാകുന്നില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ യേശു കർത്താവ് ഒരു സഭയെക്കുറിച്ച് പറയുമ്പോൾ 3-ാം അധ്യായം ആളുകൾ പറയുന്നു, നല്ല സഭ, വളരെ പേരുകെട്ട സഭ എന്നാണ് പറയുന്നത്. പേര് കെട്ടയല്ല, പേര് കേട്ട, പ്രശസ്തി, യു ഹാവ് എ റെപ്യൂട്ടേഷൻ, യു ആർ ബീങ് അലൈവ് എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. സർദീസിലെ സഭ. കർത്താവ് പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ വിശ്വാസം അറിയുന്നു എന്നല്ല, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. പക്ഷെ നാറ്റം അടിക്കുന്നില്ല. എല്ലാം മൊബൈൽ മോർച്ചറിയിൽ വെച്ചിരിക്കും പോലെ ഇരിക്കുകയാണ്. പണ്ടൊക്കെ ഒരുപാട് സ്പ്രേ അടിക്കേണ്ട ആവശ്യമുണ്ട്, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. വെളിയിലാകൊണ്ട് സ്മെൽ അടിക്കില്ല, അടിച്ചാലും തിരിച്ചറിയുന്നില്ല. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകും. നോക്കണേ, മരിച്ചാൽ ജീവനില്ലെങ്കിൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ ദുർഗന്ധം വമിക്കും. പക്ഷെ ഇന്ന് അതുപോലും ഫീൽ ചെയ്യുന്നില്ല, കാരണം മൂക്കടിച്ചുപോയി. ദൈവത്തിൻ്റെ മക്കളെ, സുഗന്ധം പരത്തുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി നമ്മൾ ഈ ലോകത്തിലായിരിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. യാഗം
കത്തുമ്പോഴാണ് ആ വാസന ദൈവസനയിലേക്ക് എത്തുന്നത്. പഴയ നിയമത്തിൽ പുരോഹിതൻ മാത്രമാണ് ആ ഒരു യാഗാർപ്പണ ശുശ്രൂഷ ചെയ്തുവെങ്കിൽ ക്രിസ്തുവിൻ്റെ യാഗാർപ്പണത്തിലൂടെ അത് ഹൃദയംഗമായി അംഗീകരിച്ച ഓരോരുത്തരും തങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗാർപ്പണം ചെയ്യുവാൻ, ബുദ്ധിയുള്ള ആരാധനയെ യാഗാർപ്പണം ചെയ്യുവാൻ, അതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി കത്തുമ്പോൾ സൗരഭ്യവാസനയായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ദേശത്ത് ക്രിസ്തു സഭയിലൂടെ ഉണ്ടായിരിക്കുന്ന ദുർഗന്ധങ്ങൾ മാറേണ്ടതിന് ദൈവം പ്രസാദിക്കുന്ന ഒരു യാഗം അർപ്പിച്ചേ മതിയാവും. ഓരോരുത്തരും അപ്പോസ്തലനും അർപ്പിക്കണം, പ്രവാചകനും അർപ്പിക്കണം, സുവിശേഷകനും അർപ്പിക്കണം, ഇടയനും അർപ്പിക്കണം, ഉപദേഷ്ടാക്കന്മാരും അർപ്പിക്കണം. ആണ് പുതിയ നിയമ ശുശ്രൂഷ ഈ 5 ഫോൾഡ് മിനിസ്ട്രിയാണ്. ആ 5 ഫോൾഡ് മിനിസ്ട്രിയിലൂടെ മാത്രമേ ദൈവത്തിന് പ്രസാദകരമായ ഒരു പണി നടക്കത്തുള്ളൂ. കർത്താവ് തൻ്റെ സഭയെ പണിയുവാനായി ഉപയോഗിക്കുന്നത് ഇവരെയാണ്. അവർ എല്ലാവരും ആ ശുശ്രൂഷ കൊണ്ട് രക്ഷയുടെ അനുഭവത്തിൽ വന്നവരും അവരും സൗരഭ്യവാസനയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നമുക്ക് നൽകുന്ന ഒരു ഉപദേശം നമുക്ക് നോക്കാം. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 14-15 വാക്യങ്ങൾ 13 മുതലേ വായിക്കാം. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 13 മുതൽ. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഞാനിവിടെ 11 മുതലൊന്ന് വായിക്കട്ടെ. മഹാപുരോഹിതൻ പാപപരിഹാരമായ രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് ഒരു യാഗമാണ്. ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ആകയാൽ നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. പാളയത്തിൽ സുരക്ഷിതമാണ്. ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ കഷ്ടം അനുഭവിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് ജനങ്ങൾ ഭാരതത്തിലുണ്ട്. നമ്മൾ കേരളത്തിൽ വളരെ സുരക്ഷിതരാണ്. എത്രയോ പേർ മരണപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ മരണത്തെക്കുറിച്ചൊരു ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു, പലരും പറയണം നല്ല മരണമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു മരണം ഉണ്ടോ? നല്ല മരണമെന്ന് നമ്മൾ പറയുന്നത് ഏതിനെയാണ്? ഉറക്കത്തിൽ മരിച്ചുപോയി, നല്ല മരണമായിരുന്നു. കുഴഞ്ഞു വീണ് മരിച്ചുപോയി, കഷ്ടമായിപ്പോയി, എങ്കിലും കിടന്ന് കഷ്ടപ്പെട്ടില്ലല്ലോ, നല്ല മരണമായിരുന്നു. ദൈവാത്മാവ് പ്രകാശിപ്പിച്ചത് ഇങ്ങനെയുള്ളത്. നമ്മൾ നല്ല മരണമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന് നല്ല മരണം ലഭിച്ചുവോ? യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് നല്ല മരണം ലഭിച്ചുവോ? നൂറ്റാണ്ടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു, അതിൻ്റെ ഒറിജിനൽ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തവനെ തീ വെച്ച് ചുട്ടുകൊന്നു കളഞ്ഞു. അന്നത്തെ ഇന്ത്യയിൽ എന്ന് പറയുന്ന ദേവദാസനെ, റോമൻ കത്തോലിക് സഭ. ഇതുപോലെ എത്ര നിരവധി പേർ, ഇന്നും എത്ര നിരവധി പേർ നമ്മുടെ ഭാരത മണ്ണിൽ, ആഫ്രിക്കയിൽ, ഇവിടെ എല്ലാം വെടിവെച്ച് കൊല്ലപ്പെടുന്നു, തീ വെച്ച് കൊല്ലപ്പെടുന്നു. ഒരു നല്ല മരണമാണോ? കഷ്ടതയിലാണ് സൗരഭ്യവാസന വരുന്നത്. ഞാനിതൊക്കെ പറയുമ്പോൾ ഞാൻ വളരെയധികം ഭയത്തോടെയാണ് പറയുന്നത്. എനിക്ക് വളരെ ഫീലിംഗ് എനിക്കുണ്ട്. നമ്മളെത്ര സന്തോഷമായി സുരക്ഷിതമായിരിക്കുന്നു. ആകയാൽ
നാം അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതിനത്രേ നാം കാത്തിരിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുക. എന്തിനു ഞാൻ സ്തോത്രം പറയുന്നു? ഇവിടെ എനിക്ക് ശാശ്വതമായൊരു സ്ഥലമല്ല, എപ്പോഴുന്നില്ലാതെ ഇവിടെ വിട്ടു പോകേണ്ടി വരും. പക്ഷെ പോകുന്നത് എവിടെയാണെന്ന് എനിക്കൊരു ഉറപ്പ് കർത്താവ് തന്നിട്ടുണ്ട്. കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായൊരു നിത്യഭവനം സ്വർഗത്തിലുണ്ടെന്ന് എനിക്കറിയാം. ആ ഉറപ്പ് എനിക്ക് തന്നതിനായി സ്തോത്രം, സ്തോത്രം. കഷ്ടതയുടെ മധ്യേയും സ്തോത്രം. ഭക്തൻ പാടിയത് അങ്ങനെയല്ലേ? കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തിയരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുകേ. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ. അവിടെയാണ് സൗരഭ്യവാസന. ദൈവത്തിന് സൗരഭ്യവാസന. മനുഷ്യരുടെ ഇടയിലും നശിച്ചു പോകുന്ന ഇടയിലും രക്ഷിക്കപ്പെടുന്ന ഇടയിലും ദൈവത്തിന് സൗരഭ്യവാസന. എന്നിട്ട് ഒരു കാര്യം പ്രത്യേകം മറക്കരുതെന്ന് എഴുതിയിരിക്കുന്നു: നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത്. ആരാധിക്കാൻ മറക്കരുതെന്നല്ല, നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നു. അതാണ് ദൈവത്തിന് സൗരഭ്യവാസനയുള്ള യാഗം. ഞാനൊരു വാക്യം വായിക്കണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് വായിക്കാനായി ദൈവത്തിൻ്റെ ആത്മ ഓർമ്മപ്പെടുത്തുകയാണ്. ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യമാണ്. അതിന് തൊട്ട് മുകളിൽ നിന്ന് വായിച്ച് വരണം, എങ്കിലും അത് മനസ്സിലാകത്തുള്ളൂ. കാരണം അതൊരു റോങ് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്നൊരു വാക്യമാണ്. അതിൻ്റെ 4:11 മുതൽ ഞാൻ വായിക്കട്ടെ. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ തൃപ്തിയോടിരിപ്പാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായതാകുന്നു. നോക്കണേ, ഇവിടെയാണ് റോങ് ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത്. മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഈ അവസ്ഥയിലെല്ലാം ഇരിപ്പാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായിരിക്കുന്നു. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പ്യരേ, സുവിശേഷ കോൺഫറൻസിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കതോനിയിൽ നിന്ന് പുറപ്പെട്ടാറേ, നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലു കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. തെസ്സലോനിക്കയിലെ എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നു. ഈ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്ര ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധമായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രോദിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. കൂട്ടായ്മ, ദൈവത്തിന് സൗരഭ്യവാസന. ഒരു ദുഷ്ടലോകത്തിൽ ഒരു ദുഷ്കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെയിലും നശിച്ചു പോകുന്നവരുടെയിലും ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന യാഗമർപ്പിക്കുന്ന രാജകീയ പുരോഹിത വർഗമാകേണ്ടതിന് നമ്മെ തന്നെ ദൈവസേനയെ വിനയപ്പെടുത്താം. പരിശുദ്ധാത്മ നമ്മെ അതിനുള്ള ഉൾക്കാഴ്ചകൾ നൽകട്ടെ. നാം ഒരു വിശ്വാസികളായിരിക്കേണ്ടവരല്ല, നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. ജീവനും വിശുദ്ധിയും ഉള്ള ശരീരത്തെ ജീവനോടെ വിശുദ്ധിയോടെ ദൈവത്തിന് പ്രസാദമുള്ള സൗരഭ്യവാസനയുള്ള യാഗമായി ജീവിപ്പാൻ നമ്മെ തന്നെ ഫലമേൽപ്പിച്ചു കൊടുക്കാം. പകർന്ന തൈലം പോൽ നിന്നാമം പാര് സൗരഭ്യം വീശുന്നതാൽ, പകർന്ന തൈലം പോൽ നിന്നാമം പാര് സൗരഭ്യം വീശുന്നതാൽ, പഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ. പഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ. വെളിപ്പാട് പുസ്തകത്തിൽ സ്മുർണ എന്ന് പറയുന്നൊരു സഭയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സ്മുർണ എന്ന വാക്കിൻ്റെ
അർത്ഥം തന്നെ സൗരഭ്യവാസന എന്നാണ്. നോക്കുക, ആ ഭാഗം ഒന്ന് വായിക്കാം. 2ാം അധ്യായം 8ാമത്തെ വാക്യം മുതൽ. സ്മുർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക: മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും ബ്രാക്കറ്റ് കൊടുത്തിരിക്കുക, നീ ധനവാനാകുന്നതാണ്, ആത്മീകമായി നീ സമ്പന്നനാണ്, പക്ഷെ ലോകത്തിന് മുമ്പിൽ നീ ദരിദ്രനാണ്, കഷ്ടം പിടിച്ചവനാണ്. യഹൂദന്മാരെന്ന് പറയുന്നവരെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും ഞാൻ അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാകാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. വേദപുസ്തക പഠിതാക്കൾ പറയുന്ന AD 303 മുതൽ 313 വരെ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്താണ് സ്മുർന്ന സഭയ്ക്ക് ഭയങ്കര പീഡനം ഉണ്ടായത്. അവിടെ പറയുക, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. മാത്രമല്ല, ജയിക്കുന്നവന് 2ാം മരണത്താൽ ദോഷം വരത്തില്ല. സ്മുർന്ന ആ കാലത്ത് സൗരഭ്യം വരുത്തുന്ന ഒരു സഭയായിരുന്നു. കഷ്ടതയുടെ മധ്യേ, ഞെരുക്കത്തിൻ്റെ മധ്യേ മരണപര്യന്തം വിശ്വസ്തനായിരിക്കാനാണ് കർത്താവ് പറയുന്നത്. കർത്താവേ, മരണപര്യന്തം വിശ്വസ്തയായി നിന്നു. 2ാം മരണത്താൽ, നിത്യാഗ്നി 2ാം മരണം, അതാൽ ദോഷം വരാതെ വണ്ണം രാജകീയ പുരോഹിത വർഗമായി സൗരഭ്യവാസനയോടെ ജീവിപ്പാൻ നമ്മെ തന്നെ പരമേൽപ്പിക്കാം. ബിബിൻ ബ്രദർ പ്രാർത്ഥിക്കാം. ഇവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് നിങ്ങൾക്ക് ആയുസ്സിൽ ആരോഗ്യം സ്ഥലവും പിന്നെ ഒരു ദിവസവും ഒരുക്കി തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തി. കർത്താവ് ഈ രാത്രിയിൽ മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ പരമേൽപ്പിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി, പരമമായ വിളി കർത്താവെ, അത് ഇന്ന് രാത്രിയിലും കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകൾക്ക് കർത്താവ് നിമ്പകരമാകുവാനും ഞങ്ങളുടെ ജീവിതത്തെ ശോധന വലിക്കുന്നതായി തീരുമാനം കർത്താവെ, അവിടുന്ന് വീണ്ടും പ്രസാദം തോന്നിയതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നശിക്കുന്നവരുടെ ഇടയിലും കർത്താവെ ജീവൻ പ്രാപിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തു യേശു മുഖാന്തരം ദൈവത്തിന് സൗരഭ്യവാസനയുള്ളവരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. ദൈവം ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് കേൾക്കുവാൻ കർത്താവ് ഇടയാക്കി തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവ്, നിങ്ങൾ അങ്ങനെയാണോ എന്ന് യഥാർത്ഥമായി ചിന്തിക്കുന്നു. യഥാർത്ഥമായി കർത്താവിന് സൗരഭ്യവാസനയുള്ളവരായി നിങ്ങൾ ജീവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. വചനം കർത്താവ് വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ നാറ്റം വഹിക്കുന്ന അനുഭവങ്ങളും കർത്താവെ സെൻസില്ലാതിരിക്കുന്ന അനുഭവങ്ങളും ഒക്കെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ രാത്രികാലം സമ്പൂർണമായിട്ട് ഏൽപ്പിക്കുന്നത് കർത്താവ്, ജീവൻ പ്രാപിക്കുവാൻ ദൈവസന്നിധിയിലേക്ക്, അവിടത്തേക്ക് രാജകീയ പുരോഹിത വർഗമായി അവിടത്തേക്ക് യാഗം അർപ്പിക്കുന്ന പുരോഹിതന്മാരായി തീരുവാൻ ഞങ്ങളെ പണിതുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ രാത്രിയിലും അടുത്തു വരുന്നു. കർത്താവെ, നിലവിൽ കർത്താവെ നിർജീവമായിരിക്കുന്ന അവസ്ഥകളെയൊക്കെയും മാറ്റുമാറാകണമേ. നാറ്റം വെച്ചിരിക്കുന്ന അനുഭവത്തെയും മാറ്റുമാറാകണമേ. കർത്താവെ, ആത്മീകമായി ഇൻസെൻസിറ്റീവായിരിക്കുന്ന അനുഭവങ്ങളൊക്കെയും മാറ്റുമാറാകണമേ. കർത്താവിന്റെ വചനം ഞങ്ങളെ ജീവിപ്പിക്കുമാറാകണം. അവിടുത്തെ ആത്മാവിനാൽ ഈ രാത്രികാലം ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണം. നിങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അവരേക്ക് ഞങ്ങളെ ജീവിതത്തെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി തീരുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തോട് കരുണ കാണിക്കണം. കർത്താവ്, ഈ അറിഞ്ഞിരിക്കുന്ന സത്യത്തിൽ നിലനിൽക്കാനൊരു കൃപ നിങ്ങൾക്ക് തരണം. കർത്താവ്, ഓരോ കർത്താവ് തിങ്കളാഴ്ചകളിൽ നിങ്ങൾ കൂടി വരുന്നു, അവിടുത്തെ വചനത്തെ വ്യാഖ്യാനിക്കപ്പെടുന്നു. കർത്താവ്, അത് നിങ്ങളുടെ ഹൃദയത്തെ സന്ദർശിക്കുന്നു, തൊടുന്നു. എന്നാൽ കർത്താവ്, എന്തുമാത്രം നിങ്ങൾക്ക് അങ്ങയോട് അനുരൂപപ്പെടുവാൻ ഇത് സാധ്യമാകുന്നു. കർത്താവ്, ഈ രാത്രിയിൽ നിങ്ങൾ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങളുടെ ദൈവത്തിന് സൗരഭ്യവാസനയുള്ള യാഗമായി ജീവിക്കണം. നിങ്ങളുടെ ദൈവത്തെ പ്രസാദപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണം. അവിടത്തേക്ക് പ്രസാദമുള്ളത് നിങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് പ്രാപ്തി തരണം. നിങ്ങൾക്ക് കൃപ തരുമാറാകണം. കർത്താവെ, ലോകത്തിൻ്റെതായിട്ടുള്ള വഞ്ചനകൾ ഒരു ഭാഗത്ത്, കർത്താവെ ജഡത്തിൻ്റെതായിട്ടുള്ള സ്വാധീനങ്ങൾ മറുവശത്ത്, കർത്താവെ പിശാചിന്റെ കെണിയും കുടുക്കും ഞങ്ങൾക്ക് ചുറ്റിലും. കർത്താവെ, അവിടുന്ന് നിങ്ങൾക്ക് ചുറ്റും പരിധിയായി നിങ്ങളുടെ തല ഉയർത്തുന്നവനായി, കർത്താവെ നിങ്ങളെ ജീവിപ്പിക്കുന്നവനായി, ഞങ്ങൾക്ക് വീണ്ടെടുപ്പിന്റെ വില തന്ന് നിങ്ങളെ രക്ഷിച്ചെടുത്തിരിക്കുന്നവനായി നിങ്ങൾ അനുഭവിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കണം.
അവിടുന്ന് കർത്താവെ പാളയം ഇറങ്ങി രക്ഷിക്കുന്ന കർത്താവ്, ഞങ്ങൾക്ക് മധ്യേ പാളയം ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ പിടിയിൽ അകപ്പെട്ടു പോകരുത്, ലോകത്തിന്റെ വഞ്ചനയിൽ കുരുങ്ങിപ്പോകരുത്, ജഡത്തിന്റെ ഇമ്പങ്ങളിൽ ഞങ്ങൾ നഷ്ടമായി പോകരുത് കർത്താവെ, ഞങ്ങൾ വിരുദ്ധ തെറ്റിപ്പോകുവാനിടയാകരുതെന്ന് കർത്താവ് ഈ സമയം രക്ഷിക്കണമേ, ഈ സമയം ഞങ്ങളെ വിടുവിക്കണമേ, ഈ സമയം ഞങ്ങളിലേക്ക് ജീവനെ പകരുമാറാകണമേ. കർത്താവ് തന്നിരിക്കുന്ന ഇത്രയും ശ്രേഷ്ഠകരമായ അനുഭവത്തിൽ ഞങ്ങൾ നിലനിൽപ്പാൻ ഇവിടുന്ന് സഹായിക്കുമാറാകണം. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെയും ആ പരിമള തൈലം പോലെ ഒഴുകപ്പെടുവാൻ, പരിമള തൈലം പോലെ ആക്കപ്പെടുവാൻ, എന്റെ കർത്താവിന് പ്രസാദമുള്ള യാഗമായി തീരുവാൻ കർത്താവ് ഞങ്ങളിൽ ഒന്ന് പ്രസാദിക്കണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ബലഹീനരായിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും ചേർന്ന് ദൈവസന്നിധിയിൽ സമയം പ്രാർത്ഥിക്കുന്നു കർത്താവേ, തിരുസന്നിധികൾ അപേക്ഷിക്കുന്നു കർത്താവേ, അവിടുത്തെ വാതിൽ ഞങ്ങൾ മുട്ടുന്നു കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരണം, ഇപ്പോൾ തുറന്നു തരണം കർത്താവേ. ആ പാളയത്തിലേക്ക് പുറത്തേക്ക് ഞങ്ങൾ കടന്നു വരുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പാളയത്തിന് പുറത്ത് നിന്ന് സഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട ദൈവത്തിന്റെ സൗരഭ്യവാസനയായി തീർന്ന കർത്താവിനെ ഞങ്ങൾ അടുത്ത് വരുന്നു. പാളയത്തിന് പുറത്ത് ദൈവത്തിന്റെ നിന്ന ചുമന്ന കർത്താവിന്റെ നിന്ന ചുമന്ന കർത്താവേ, യാഗമായി തീരുവാൻ കർത്താവേ, ദഹനയാഗമായി ദൈവത്തിന് പ്രസാദമുള്ള ദഹനയാഗമായി തീരുവാൻ ഞങ്ങൾ തന്നെ ഏൽപ്പിക്കുന്നു കർത്താവെ. കൈക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരങ്ങളൊക്കെയും അങ്ങേക്കറിയാം, ഞങ്ങളുടെ ആത്മീക കാഴ്ചപ്പാടുകളൊക്കെയും അങ്ങേക്കറിയാം കർത്താവെ. എന്നാൽ അതൊന്നും നോക്കരുത്, ഇപ്പോൾ ഞങ്ങൾക്ക് സാധിക്കണം, ഇപ്പോൾ ഞങ്ങളിൽ ഞങ്ങൾക്ക് ജീവൻ തരണമെന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ലോകത്തിന് അനുഭവപ്പെടാതെ നന്മയും പൂർണ്ണതയും ദൈവത്തിൽ പ്രസാദവുമുള്ള കർത്താവ് ഹിതങ്ങളെ തിരിച്ചറിയത്തക്കവണ്ണം ഇപ്പോൾ ഞങ്ങൾ ജീവനെ പകർന്നു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്മയോടെ ദൈവസന്നിധികളെ ഏൽപ്പിക്കുക, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. പകരപ്പെടുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം, ദൈവ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം, അവിടുത്തെ ബലത്തിനായിട്ട് സ്തോത്രം, അവിടുത്തെ കരുണയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളങ്ങിലേക്ക് ചായുന്നു കർത്താവ്. ഈ രാത്രിയിൽ കർത്താവിൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന അവിടുത്തെ പ്രിയ ജനത്തിനായിട്ട് സ്തോത്രം. ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആവശ്യങ്ങളും പ്രയാസങ്ങളും ഇത് മക്കൾക്കുണ്ട് കർത്താവ്. അതിന്മേലെല്ലാം കരുണ ചെയ്യുവാനായിട്ട് അപേക്ഷിക്കുന്നു കർത്താവ്. കർത്താവ് വേണ്ടി പറഞ്ഞ വിഷയത്തെ അങ്കിളിനെ നിങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് തന്നത് കർത്താവ് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർക്കുന്നു. തികഞ്ഞു വരുന്ന ദൈവശക്തി അത് നിങ്ങൾ ആവശ്യപ്പെട്ടു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബെഡ്രിഡനായിരിക്കുമ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. വിശ്വാസത്തിന്റെ നായകനെ അവിടുത്തെ മുറുകെ പിടിച്ചുകൊള്ളുവാൻ പിതാവിനെ സഹായിക്കണം. അതുപോലെ ലൈസൻസ് സാറിനെ ഓർക്കുന്നു. ഒരു ഓപ്പറേഷനും പ്രയാസത്തിലൂടെയൊക്കെ നിന്റെ മകൻ കടന്നു പോകേണ്ടത് വന്നു. എന്നാൽ ദൈവത്തിന്റെ കരുണയുള്ള കരം നിന്റെ മകനെ താങ്ങിയിരിക്കുക. നന്ദിയോടെ കർത്താവ് ഉറപ്പും ധൈര്യവും കുലുങ്ങാത്തവനുമായിരിക്കാൻ ദൈവ കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിങ്ങൾ സ്റ്റാൻലി സാറിനെ ഒരിക്കൽ കൂടെ ഓർക്കുന്നു. വേദനയുടെ പാരമ്പര്യത്തിൽ നിന്റെ മകനായിരിക്കുന്നു കർത്താവ്. കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിടിവിക്കുന്ന കരം നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ അസാധ്യങ്ങളെ നീക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദോഷകരമായിരുന്നു കർത്താവിന്റെ മകനെ വീണ്ടെടുത്തുകൊള്ളുവാൻ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതുപോലെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ ദാസനായിട്ട് സ്തോത്രം. ദൈവകൃപ കൊണ്ട് നിറച്ചതിനായിട്ട് ഇടപെട്ട എല്ലാ വചനങ്ങൾക്കായിട്ടും താഴ്മയോട് ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കും. അടികളുടെ പ്രാർത്ഥനകളും യാതൊരുകളും എല്ലാം കേട്ടതിനായിട്ട് സ്തോത്രം. അടിയങ്ങളെ അവിടുന്ന് കൈക്കൊള്ളുന്നതിനായിട്ട് നന്ദി. അടികളുടെ ജീവിതത്തിന് രൂപാന്തരം തരുവാൻ ഇത് കാരണമാക്കി തീർക്കുന്ന കൃപയോട് സ്തോത്രം. എല്ലാ ബഹുമാനവും ഞങ്ങളുടെ രക്ഷയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ നിന്റെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. എല്ലാ അപേക്ഷകളും നിനക്കായി ജീവൻ തന്ന ദൈവമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടികൾ പ്രാർത്ഥിക്കുന്നു. ദയ തോന്നണമേ പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗവും കൂട്ടായ്മയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീരേണ്ടതിന് നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ.